സ്കൈയിൽ റെയിൻബോ എങ്ങനെയാ ഉണ്ടാകണേന്ന് അറിയോ? അക്കോർഡിംഗ് ടു ഫിസിക്സ്, മഴ കഴിഞ്ഞിട്ട് സ്കൈയിലുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സിൽ വെളിച്ചം വന്ന് വീഴുമ്പോൾ ഈ ഡ്രോപ്ലെറ്റ്സിനുള്ളിൽ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പുറത്തു വരുന്ന ഈ ലൈറ്റ് ഡിഫറെന്റ് കളേഴ്സ് ആയിട്ട് നമ്മുടെ കണ്ണിൽ അപ്പിയർ ചെയ്യും. അതാണ് റെയിൻബോ. ഇനി ഞാൻ ഒബ്സർവ് ചെയ്ത വേറൊരു കാര്യം പറയട്ടെ. ഈ ലോകത്ത് 2 ടൈപ്പ് ആൾക്കാരാണുള്ളത്. മഴയത്ത് നനയുന്നവരും മഴ വരുമ്പോൾ ഓടി അകത്ത് കയറുന്നവരും. ഇതിൽ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് ഓടി അകത്ത് കയറാനാ. എന്താന്ന് വെച്ചാ പപ്പ അങ്ങനെയാണ്. പപ്പയുടെ പപ്പ അങ്ങനെയായിരുന്നു. ഇത് പാരമ്പര്യാന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ ആയിരിക്കാം. ಗುಡ್ ಮಾರ್ನಿಂಗ್. ಗುಡ್ ಮಾರ್ನಿಂಗ್ ಸರ್. ಮಳೆ ಜೋರುತ್ತಲ್ವಾ? ನಿನ್ನೆ ರಾತ್ರಿ ಎಲ್ಲ ಮಳೆ ಜೋರಾಗಿತ್ತು. ಗುಡ್ ಮಾರ್ನಿಂಗ್ ಆಂಟಿ. ലസി ലേറ്റ് ആവില്ല. പാപ്പാ പാപ്പാ കളി എന്തായി? അയ്യോ, യുണൈറ്റഡ് ജയിച്ചോ? നിലത്ത് നിർത്തിയിട്ടില്ല. തോറ്റ്. സീസൺ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അവസാനം കപ്പ് ആരുടെ ഷെൽഫിൽ ഇരിക്കുന്നു കാണാനൊന്നും ഇല്ല. അവസാനം ചാമ്പ്യൻസ് ലീഗും കപ്പും ഞങ്ങളുടെ ഷെൽഫിൽ തന്നെ ഇരിക്കും. പാപ്പ ഒരു കാര്യം ചെയ്യ്, പോയി ചായ എടുക്ക. പോയി ചായ എടുക്കാൻ. പൈസ കൊടുത്ത് നല്ല കളിക്കാരെ വാങ്ങൂല, പിശുക്കന്മാര്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോറ്റുകൊണ്ട് അടുത്ത മാച്ച് വരെ കിച്ചൺ ഇൻചാർജ് പപ്പയാണ്. ഞങ്ങൾക്കിനി നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ ബേസിയുടെ മാഞ്ചസ്റ്റർ സിറ്റി തോക്കണം. കാര്യം അവർക്കിടയിൽ അങ്ങനൊരു ബെറ്റ് ഓടുന്നുണ്ടെങ്കിലും ബേസിക്ക് റെസ്റ്റ് കിട്ടാറില്ല. അതെന്താന്ന് വെച്ചാ ഇനി കടുകവിടെ ഒരു സാധനം വെച്ചാ കാണൂല. ബേസി ഈ കടുക് എവിടെ വെച്ചിരിക്കുന്നു? നോക്കി നിൽക്കാതെ ഇട്. ബേസി ആ തേങ്ങ ഒന്ന് ചെരട്ടിക്ക്. കുറച്ച് മതി കേട്ടോ. ഉപ്പ് കൂടിയ വെള്ളം ഒഴിക്കും, എരിവ് കൂടിയ പഞ്ചസാര ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യും. കുക്കിങ്ങിൽ ഇതുവരെ ഒരു ബാലൻസ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പപ്പയ്ക്ക്. ബാംഗ്ലൂർ സെമിനാരിയിൽ അച്ചമ്പട്ടത്തിന് പഠിക്കുന്ന ടൈം ഒരു ക്രിസ്മസ് വെക്കേഷന് നാട്ടിൽ പോകുമ്പോ ട്രെയിനിൽ വെച്ചാണ് പപ്പ സെയിന്റ് ജോൺസിൽ നേഴ്സായിരുന്ന അമ്മയെ ആദ്യമായിട്ട് കാണുന്നത്. അതോടെ പള്ളിയിലച്ഛനാകാനുള്ള ദൈവവിളി തീർന്ന ഫിലിപ്പ് അത്യാവശ്യം ഇംഗ്ലീഷും പഠിച്ച് സെമിനാരിന്ന് ചാടി. അങ്ങനെ ബേസിയും ഞാനും വിറ്റിയോ ഉണ്ടായി. പപ്പയ്ക്ക് റിട്ടയർ ആയി കഴിഞ്ഞാൽ ഞങ്ങളെയും കൂട്ടി നാട്ടിൽ പോയി സെറ്റിൽ ആവണമെന്ന. എനിക്കാണ് ഇവിടം വിട്ട് പോകാനും ഇൻട്രസ്റ്റ് ഇല്ല. മുട്ട ഒന്ന് തിരിച്ചിട്ടേക്കണേ. അപ്പൊ ഇതെങ്ങനെയോ കക്കൂസി പോയതല്ലേടാ. മറന്നു പേപ്പർ. ബ്ലസി റെഡി ആയിക്കോ, പരീക്ഷ ഉള്ളാന്നേ. ബിറ്റിക്ക് 2 വയസ്സുള്ളപ്പോ ഒരു ആക്സിഡന്റിലാ അമ്മ മരിക്കുന്നത്. അന്ന് പപ്പയാ വണ്ടി ഓടിച്ച്. അതിനുശേഷം പപ്പ വണ്ടി എടുത്തിട്ടില്ല. ഞങ്ങൾ തമ്മിൽ 10 ഇയേഴ്സിന്റെ ഏജ് ഡിഫറൻസ് ഉണ്ട്. ഫ്രണ്ട്സ് കളിയാക്കുന്ന കാരണം ബിറ്റി ഉണ്ടായപ്പോ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അവളോട്. ഒരിക്കൽ ബിറ്റിയായിട്ട് ചെസ് കളിച്ച് തോറ്റ ദേഷ്യത്തില് ഞാൻ എടുത്തു കളഞ്ഞതാ ബ്ലാക്ക് ക്വീൻ. ബട്ട് അവൾ ഈ റേസറും വെച്ച് വീണ്ടും കളി തുടങ്ങി. എന്നാ നടുവേദനയാണോ? ഇന്ന് ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റൂ. ബ്ലസി എന്നാ ബാക്ക് പെയിൻ ആയി. ഈ ചെസ് ബോർഡ് ജനലിൽ കൂടെ പറക്കുന്ന കാണണോ? എന്നാ എളുപ്പം റെഡിയാവും. And if you ask about me, ആ പട്ടി ഇന്നും ഇവിടെ മുള്ളി വെച്ച് ഇയാളാ ഞാൻ. സമയമായി. ബിറ്റി ചവിട്ടരുത്, ഡോഗ്സ് യൂറിന. ജമ്പ്.
പിറ്റി കയറിക്കോ. ബ്ലസ്സി, എന്റെ ID കാർഡ് കാണുന്നില്ല. ബ്ലസ്സി, ഒന്ന് നിമിഷം. ബ്ലസ്സി ഒന്ന് വരുന്നുണ്ടോ? ബ്ലസ്സി ചത്ത്. ആ വരുവാ. അത്ര തിരക്കാണ് പപ്പയുടെ एक मिनट रुकिए. ബ്ലസ്സി, പപ്പയുടെ ഒന്നും മിണ്ടാണ്ടിരിക്കാൻ ആ കബോർഡിന്റെ അപ്പുറം കൊണ്ട് വെച്ചിട്ടുണ്ടോ? അവിടുന്ന് ഇല്ലേ? തോമച്ച ഒരു മിനിറ്റ് എന്നല്ലേ എടോ, എല്ലാ ദിവസവും തന്നെയല്ലേ പറയുന്നത് ഇയാള്. അതെ കിട്ടി. കമ്മിങ് കമ്മിങ് കമ്മിങ്. Why you're always making too much noise here? It's irritating. Your dog pissing in front of my house is also irritating. Next time I will complain. Go ahead. ബ്ലസ്സി, ആ വന്നു. കേറിക്കോ. കേറുവാ. എടാ വേഗം വാടാ. വരുവാ ഒച്ച ഉണ്ടാക്കാം. ഓ ഫുള്ളായോ? ഒന്ന് കേറണോ? ഒന്ന് ഒതുങ്ങി നിൽക്കൂ. എന്റെ പപ്പ. താങ്ക് യു ഫോർ ദ കോപ്പറേഷൻ. പുല്ല് കറണ്ട് പോയി. രാഘവ് ജനറേറ്റർ ഓൺ മാടോ. എവരിബഡി സ്റ്റക്ക് ഇൻ ദ ലിഫ്റ്റ്. എടോ ചെവി കയറി ക്വാദർ. തനിക്ക് ഇതിനകത്ത് തന്നെ കിടന്നാ മതിയോ? രാഘവ്, എടാ ഒന്ന് പെട്ടെന്ന് വണ്ടി വിട്. ദേ ഞാൻ പറഞ്ഞിട്ടുണ്ടേ. കാര്യല്ലേ പറഞ്ഞു. എനിക്ക് ലേറ്റ് ആവും, എക്സാം ഉള്ളതാ. അപ്പൊ ആ ബോധമുണ്ട്. നിങ്ങൾ ലേറ്റായ ശമ്പളം മിസ്സാവത്തില്ലല്ലോ, എനിക്ക് കട്ടാകും. അതുകൊണ്ടാ. ഒന്ന് തീരുമാനമാക്കോ. നീ ആ ഡയറി ഇനി എന്താ ഞാൻ ഒപ്പിട്ട് തരാം. എന്താന്ന് വെച്ചാൽ എഴുതിക്കോ. ഇതെന്താ കയ്യില് കുഞ്ഞു പേപ്പർ? എന്റെ കുറച്ച് നോട്ട്സാ. ഇത്ര ടൈമിയോ? എന്നിട്ടാണ് നിന്റെ ചവിട്ടി പുറത്തിടിഞ്ഞ്. അറിയാൻ വേണ്ടി ചോദിച്ചതാ. അങ്ങനെ ഇപ്പൊ അറിയണ്ട. ദേ എക്സാമിനേഷൻ അവിടെ ഇവിടെ നോക്കിയിരുന്ന് അവസാനം സമയം തികഞ്ഞില്ല, ക്വസ്റ്റ്യൻ പേപ്പറിന് ലാസ്റ്റ് പേജ് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞോട്ട് വന്നേക്കണം. ആ ശ്രമിക്കാം. ദേ ഞാൻ ഓ സമയം പോയി. ഈ ഡയറിൽ എന്താ എഴുതുന്നത്? അവൾ എന്തേലും എഴുതിക്കോളൂ. ഒന്ന് വണ്ടി എടുക്കൂ. എന്നാ ഈ പ്രശ്നം പപ്പ സ്റ്റെപ്പ് ചെയ്യുന്നു. എന്താ ബെസ്റ്റ് ആയിരിക്കും. 12th standard. 11th standard. താങ്ക് യു സർ. All of you listen and see here. 14 ones are? 14. 14 twos are? 28. Excuse me, ma'am. Yes. May I come in? Yes, sure. Hello, children. How are you all? Okay. So, meet your new friend, Sora. Say hi to Sora. Okay, that's your seat. Please. Please sit. Thank you, ma'am. Please continue. Okay. Let's continue. ഹലോ. നിന്ന് മനുഷ്യന്റെ കാലൊടിഞ്ഞു. ആവട്ടെ, ധ്യാനം കൂടി നന്നായോ? നന്നായെങ്കിൽ എന്നെ പിക്കാൻ നിന്നെ വിളിക്കില്ലല്ലോ. ആ എന്നിട്ട് എന്തൊക്കെ പറഞ്ഞു കേക്കട്ടെ. പ്രേമിക്കുന്നതാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ തെറ്റെന്നുള്ള രീതിയിലൊക്കെ അവര് സംസാരിക്കുന്നത്. മാരക കൗൺസിലിംഗ്. ഓഹോ. അവസാനം നന്നാവനാന്നൊക്കെ പറഞ്ഞ് തലയിലും പിടിച്ചു ഉന്തി വെത്താനൊക്കെ നോക്കി. എന്നിട്ട് വീണോ? ഞാൻ ആകെ ഒരു വട്ടമല്ലേ വീണുള്ളൂ. അതിന്റെ അപ്പൊ അനുഭവിക്കുന്നത്. ന്യൂസിലാൻഡ് പോകുന്നവര് വീട്ടിൽ സംസാരിച്ചോ? നാളെ ഉറപ്പായിട്ടും പറയും. ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ ആയല്ലോ. ആ അതിന് ഞാൻ IELTS ഒക്കെ എടുത്ത് വെച്ചിട്ടില്ലേ? അത് ഫിലിപ്പ് ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ. അവനവന്റെ കാര്യം വീട്ടിൽ പറയുന്നതിന് എന്തിനാ ബേസി ഇങ്ങനെ പേടിക്കുന്നേ? ഈ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിലേ ഞാൻ ഫിലിപ്പിനോട് ഒന്ന് സംസാരിക്കും. കേട്ടല്ലോ? ഞാൻ വഴി ഉണ്ടാക്കാം. പോപ്പുണ്ടോ? സ്റ്റോപ്പ് എത്തി. ഇറങ്ങോ. അപ്പൊ ശരി. പിന്നെ മമ്മി അറിഞ്ഞ സ്ഥിതിക്ക് പപ്പ അറിയാൻ വലിയ താമസമൊന്നും ഉണ്ടാവില്ല. എന്റെ മോനൊന്ന് കരുതിയിരുന്നോ. നീ പേടിക്കാണ്ടിരിക്കടി. എനിക്ക് പേടിയൊന്നുമില്ല, നീ പേടിക്കാണ്ടിരുന്നാ മതി. പേടിയോ? എനിക്കോ? മിക്കവാറും. ശരി. പപ്പ പഠിക്കായിരുന്നു. ആ ബേസി ഇവിടെ ഇല്ല, പോയെന്ന് തോന്നുന്നു. ആ വരാം. പപ്പയാ താഴേക്ക് വരാൻ.